മന്ത്രിസഭാ വിഭജനം പൂർത്തിയായി. വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. നേരത്തെ ഉയർന്നു കേട്ട പട്ടികയിൽ നിന്ന് അന്തിമ പട്ടികയായപ്പോൾ ചില അഴിച്ചുപണികൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പ്രധാന മാറ്റം വൈദ്യുതി റവന്യൂ വകുപ്പുകളുടെ കാര്യത്തിലാണ്. AP അനിൽകുമാർ റവന്യൂവും സണ്ണി ജോസഫ് വൈദ്യുതിയും പാർലമെന്ററി കാര്യവും കൈകാര്യം ചെയ്യും. കെ മുരളീധരൻ ആരോഗ്യവും ദേവസ്വം വകുപ്പും നൽകിയിട്ടുണ്ട്. തൊഴിൽ വകുപ്പ് ബിന്ദു കൃഷ്ണയ്ക്കും നൽകി. അമൽ തേനമ്പറമ്പിൽ. അമൽ, എങ്ങനെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഏത് നിലയിലാണ് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ഈ വകുപ്പുകളുടെ വിഭജനം? രതീഷ്, നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് നിന്നും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. സണ്ണി ജോസഫ് അതോടൊപ്പം തന്നെ AP അനിൽകുമാർ, രണ്ട് മുതിർന്ന മന്ത്രിമാർ തമ്മിൽ വകുപ്പുകളിൽ നേരത്തെ നിശ്ചയിച്ചിരുന്നതിലും ഒരു വെച്ചുമാറ്റം ഉണ്ടായിട്ടുണ്ട്. റവന്യൂ വകുപ്പ് AP അനിൽകുമാറിന് നൽകുമ്പോൾ വൈദ്യുതി വകുപ്പ് തിരിച്ച് സണ്ണി ജോസഫിന് നൽകുകയാണ്. ഇനി മന്ത്രിമാരുടെ വകുപ്പുകൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഒന്ന് പറഞ്ഞു പോയാൽ ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് എങ്കിൽ ഈ ധനവകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രിക്ക്, അതോടൊപ്പം തന്നെ തുറമുഖ വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രിക്ക്, നിയമവകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രിക്ക്, ലോട്ടറി മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ടാക്സ് വകുപ്പുകളും മുഖ്യമന്ത്രിയുടെ കീഴിലാണ്. പൊതുഭരണം മുഖ്യമന്ത്രിയുടെ കീഴിലായിരിക്കുമെന്ന് നേരത്തെ തന്നെ വന്നിരുന്ന വിവരമാണ്. അതോടൊപ്പം തന്നെ എയർപോർട്ട്, മെട്രോ റെയിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതല മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു. ഇനി രമേശ് ചെന്നിത്തലയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ തീരുമാനിച്ചതുപോലെ ഉണ്ടായ ധാരണ പോലെ വിജിലൻസ് അതോടൊപ്പം തന്നെ ആഭ്യന്തരം രണ്ട് വകുപ്പുകളുടെയും ചുമതല രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, ജയില്, കയർ വകുപ്പിൻ്റെ ചുമതല കൂടി രമേശ് ചെന്നിത്തലയിലേക്ക് എത്തുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട 4 വകുപ്പിൻ്റെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുന്നു. സണ്ണി ജോസഫ്, മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും മുതിർന്ന മറ്റൊരംഗം, സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പ്, അതോടൊപ്പം തന്നെ പാർലമെന്ററി കാര്യം. നേരത്തെ സണ്ണി ജോസഫിന് റവന്യൂ നൽകും എന്നൊരു വിവരം ഉണ്ടായിരുന്നു, പക്ഷേ റവന്യൂ ഇല്ല. പകരം ഇലക്ട്രിസിറ്റി വകുപ്പ് നൽകുന്നു. പരിസ്ഥിതി വകുപ്പും സണ്ണി ജോസഫിനാണ് നൽകുന്നത്. പാർലമെന്ററി കാര്യ വകുപ്പും സണ്ണി ജോസഫിന് ലഭിക്കുന്നു. കെ മുരളീധരൻ ആരോഗ്യവകുപ്പ് നേരത്തെ നൽകാനുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു. പിന്നീട് AP അനിൽകുമാറിലേക്ക് പോയി എന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നുവെങ്കിൽ കൂടി ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. കെ മുരളീധരൻ ആരോഗ്യവകുപ്പിൻ്റെ ചുമതല വഹിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് ഡ്രഗ് കൺട്രോളിൻ്റെയും ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെയും ചുമതല കെ മുരളീധരൻ ലഭിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് കെ മുരളീധരൻ, നമ്മൾ നേരത്തെ ഇന്ന് രാവിലെയൊക്കെ വന്നിരുന്ന വാർത്തകൾ അനുസരിച്ചാണ് എങ്കിൽ ദേവസ്വം വകുപ്പിൻ്റെ ചുമതല AP അനിൽകുമാറിന് നൽകുമെന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ ദേവസ്വം വകുപ്പിൻ്റെ ചുമതല കെ മുരളീധരൻ്റെ ആഗ്രഹപ്രകാരം ആ ദേവസ്വം വകുപ്പിൻ്റെ ചുമതല മുരളീധരന് തന്നെ ലഭിക്കുകയാണ്. AP അനിൽകുമാറിൻ്റെ കാര്യം പറഞ്ഞു പോയാൽ റവന്യൂ വകുപ്പിൻ്റെ ചുമതല അനിൽകുമാറിനാണ്. അതോടൊപ്പം തന്നെ ലാൻഡ് റിഫോംസ് അടക്കമുള്ള വകുപ്പിൻ്റെ ചുമതലയും AP അനിൽകുമാർ ലഭിക്കുന്നു. PC വിഷ്ണുനാഥൻ, പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ വലിയൊരു മാറ്റമുള്ളത് അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിലാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങൾ പലയിടങ്ങളിൽ നിന്ന് പലപ്പോഴും ഉയർന്നിട്ടുണ്ട് UDF സർക്കാരിനെതിരെ. അത് പോസിറ്റീവ് നെഗറ്റീവ് അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ പക്ഷേ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണല്ലോ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസം. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഉന്നത വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസം ലീഗിനും ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് മന്ത്രിക്ക്. ഇപ്പോൾ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ്റെ ചുമതല റോജി M. ജോണിനാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ് ഉൾപ്പെടെ എല്ലാ പ്രധാനപ്പെട്ട ചുമതലകളും വരികയാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു വലിയ ധാരണ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അത് നേരത്തെ തന്നെ അത്തരം ചർച്ചകൾ കേട്ടതാണ്. ഇപ്പോൾ N. ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായി വരികയുമാണ്. N. ഷംസുദ്ദീന് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല നൽകുമ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല റോജി M. ജോണിന് നൽകുകയാണ്. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കോളേജ് എഡ്യൂക്കേഷൻ, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ്, അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് വരുന്നത് ഫിഷറീസ് വകുപ്പിൻ്റെ ചുമതല റോജി M. ജോണിനാണ്. വെറ്റിനറി ഫിഷറീസ് വകുപ്പിന്റെ ചുമതല ഇവിടെ റോജി M. ജോണിന്. യൂണിവേഴ്സിറ്റികളുടെ ചുമതലയാണ്. യൂണിവേഴ്സിറ്റികൾ എന്ന നിലയിലാണ്, ഉന്നത വിദ്യാഭ്യാസ നിലയിലാണ് ഫിഷറീസിന്റെ ചുമതല അല്ലേ അമൽ? അതെ, എനിക്ക് തെറ്റിയതാണ്, ക്ഷമിക്കണം. അതായത് യൂണിവേഴ്സിറ്റികളുടെ ചുമതല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഒഴികെ വെറ്റിനറി യൂണിവേഴ്സിറ്റി, ഫിഷറീസ് യൂണിവേഴ്സിറ്റി, മെഡിക്കൽ ആൻഡ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇതെല്ലാം പറഞ്ഞു പോയതാണ്. അതിൻ്റെ കൂടെ ഉള്ളതാണ് ഫിഷറീസ് എന്ന് പറയുന്നത്. അത് നേരത്തെ ലീഗിന് വിട്ടുകൊടുക്കാൻ ധാരണയായിരുന്നു. അതിലൊരു മാറ്റം വന്നോ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷനായി പോയതാണ്. M. ലിജുവിൻ്റെ കാര്യം നോക്കിയാൽ M. ലിജുവിന് കോർപ്പറേഷൻ, അതോടൊപ്പം തന്നെ സഹകരണ വകുപ്പിൻ്റെയും എക്സൈസ് വകുപ്പിൻ്റെയും ചുമതല ലഭിക്കുന്നു. PC വിഷ്ണുനാഥന് നേരത്തെ പറഞ്ഞു കേട്ടതിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നില്ല. ടൂറിസം വകുപ്പിൻ്റെ ചുമതലയുണ്ട്. അതോടൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുണ്ട്. സിനിമാ വകുപ്പിൻ്റെ ചുമതലയുണ്ട്. ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയുണ്ട്. അങ്ങനെ PC വിഷ്ണുനാഥിൻ്റെ വകുപ്പുകൾ അപ്രകാരമാണ്. T. സിദ്ദിഖിൻ്റെ ചുമതല പരിശോധിച്ചാൽ കൃഷി വകുപ്പിൻ്റെ ചുമതല T. സിദ്ദിഖിന് നൽകുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങളും മറ്റുമൊക്കെ നിന്നിരുന്നു, പക്ഷേ കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല. അഗ്രികൾച്ചർ ആണ് T. സിദ്ദിഖിന് നൽകിയിരിക്കുന്നത്. KA. തുളസി പിന്നോക്ക വകുപ്പുകളുടെ SC/ST വകുപ്പിൻ്റെ ചുമതലയടക്കം ഈ KA. തുളസിക്ക് നൽകുന്നു. അതോടൊപ്പം ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ വകുപ്പ് നൽകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഈ പട്ടിക നോക്കുമ്പോഴുള്ള ഒരു കാര്യം. ജനീഷ് കുമാർ RSP നേരത്തെ കൈകാര്യം ചെയ്ത വകുപ്പാണ്. ഷിബു ബോബി ജോൺ നേരത്തെ കൈകാര്യം ചെയ്ത വകുപ്പാണ്. അപ്പോൾ ഈ
അക്കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. അവിടെ അത് കൊല്ലത്ത് തന്നെ പരിഹരിക്കപ്പെട്ടു. കൊല്ലത്ത് പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നതല്ലേ ശരി? ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ വകുപ്പ്. അതെ അതെ, അത് തൃശ്ശൂരിലേക്ക് പോകുമെന്നുള്ള തരത്തിൽ ചില ചർച്ചകളൊക്കെ നേരത്തെ നടന്നിരുന്നു. ജനീഷ് കുമാറിന് തൊഴിൽ വകുപ്പ് നൽകും എന്നുള്ള ആലോചനയൊക്കെ നടന്നു. സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ആളുകളാണ്. തുടർച്ചയായ പ്രതിഷേധങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ മുതിർന്ന ഒരാൾക്ക് ആ ചുമതല കൈമാറണം എന്നൊരു നിർദ്ദേശം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബിന്ദു കൃഷ്ണയ്ക്ക് ആ ചുമതല കൈമാറുന്നത്. ബിന്ദു കൃഷ്ണ തൊഴിൽ വകുപ്പിന്റെ ചുമതല വഹിക്കും. അതോടൊപ്പം തന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ ചുമതല കൂടി ബിന്ദു കൃഷ്ണയ്ക്കാണ് നൽകിയിരിക്കുന്നത്. ജനീഷിന് സ്പോർട്സ്, അതോടൊപ്പം തന്നെ യുവജനക്ഷേമ വകുപ്പിന്റെ ചുമതല നൽകുന്നു. മ്യൂസിയം അടക്കമുള്ള രജിസ്ട്രേഷൻ വകുപ്പിന്റെ ചുമതലയും OJ ജനീഷിന് നൽകുകയാണ്. പ്രധാനപ്പെട്ട പല വകുപ്പുകളും അത്തരത്തിൽ ആർക്കിയോളജിക്കൽ വകുപ്പിന്റെയും ചുമതല നൽകുന്നു. സ്പോർട്സ്, യുവജനക്ഷേമം, അങ്ങനെയാണ് ജനീഷിന്റെ ചുമതല. PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ തവണ വഹിച്ചിരുന്ന വകുപ്പുകൾ ഏതൊക്കെയാണോ അതൊക്കെ തന്നെ വഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രീസ്, കൊമേഴ്സ്, അതോടൊപ്പം ഇൻഫർമേഷൻ ടെക്നോളജി, IT വകുപ്പിന്റെ ചുമതലയും മാറും. മുഖ്യമന്ത്രി VD സതീശന് പിടിപ്പത് ജോലിയാണ്. ആദ്യത്തെ ഒരു പേജ് തന്നെ അദ്ദേഹത്തിന്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് നമ്മൾ കാണുന്നത്. ആ വകുപ്പുകൾ വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളാണ്. പക്ഷേ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വകുപ്പുകളിൽ ഏറ്റവും പ്രധാനം ഫിനാൻസ് ആണ്. ഒപ്പം നാഷണൽ സേവിങ്സ്, സ്റ്റോർ പർച്ചേസ്, കൊമേഴ്സ്യൽ ടാക്സസ്, ലോട്ടറീസ്, എസ്റ്റേറ്റ് ഓഡിറ്റ്, അങ്ങനെ തുടങ്ങി ധനകാര്യവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വകുപ്പുകൾ അദ്ദേഹത്തിന്റെ ചുമതലയായി വരികയാണ്. എയർപോർട്ട്, മെട്രോ റെയിൽ അടക്കം അദ്ദേഹത്തിനാണ്.